നമ്മളൊക്കെ പലതരം ബിരിയാണീസ് ട്രൈ ചെയ്യുന്നവരാണല്ലേ. അപ്പോൾ നമുക്കിന്ന് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു ചൈനീസ് ബിരിയാണി ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ നല്ല എളുപ്പമാട്ടോ, പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് ഒഴിക്കുന്നുണ്ട്. ഞാനിപ്പോൾ വെള്ളം കെറ്റിൽ ചൂടാക്കിയിട്ട് ഒഴിച്ചതാട്ടോ, അതല്ലെങ്കിൽ നമുക്ക് ഗ്യാസുമ്മ വെച്ചിട്ട് തിളപ്പിച്ചെടുത്താലും മതി. അപ്പോൾ നമ്മളിത് ചോറ് വേവിച്ച് ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിൻ്റെ ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ചധികം വെള്ളം തന്നെ വെക്കണം, കാരണം വെള്ളം വറ്റിച്ചെടുക്കല്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, അരിയൊന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. വെള്ളം നല്ലോണം തിളച്ച് വരുമ്പോൾ ഞാൻ അതിലേക്ക് ഒരു ഗ്ലാസ് ബസ്മതി റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ബസ്മതി റൈസ് ഞാൻ ആദ്യം നന്നായിട്ട് കഴുകി ഡ്രൈൻ ചെയ്തിട്ട് എടുത്തതാട്ടോ. അപ്പോൾ ഒരു ഗ്ലാസ്സാണ് ഞാൻ ഈ ബസ്മതി റൈസ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിനെ ഒരു 80% ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് വല്ലാണ്ട് അങ്ങ് വേവിക്കണ്ട, ഒരു 80% കുക്കായാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ നന്നായിട്ട് ഉടയാണ്ട് എന്നാൽ ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്തിട്ട് തന്നെ കിട്ടും, ഉടഞ്ഞു പോവേയില്ല. ഇനി ഇതിനെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് ഡ്രൈൻ ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ ചോറിന് നമ്മൾ ഡ്രൈൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു. എന്നിട്ട് അതിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇട്ട് കൊടുത്ത ശേഷം നമുക്കിതിനെ ഒന്നങ്ങ് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ ആ ഒരു പച്ചമണം ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഓയിൽ ഒഴിക്കുന്നത് ഏകദേശം 2 ടേബിൾ സ്പൂണോളൊക്കെ ഒഴിക്കണം കേട്ടോ. അതിനുശേഷം ഞാനിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ എല്ലില്ലാത്ത ചിക്കൻ പീസാട്ടോ എടുത്തിട്ടുള്ളത്. ഇതൊരു 2 ബ്രസ്റ്റ് പീസോളം വരുന്നുണ്ട്. അതിന് ഞാൻ ചെറിയ പീസാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്താണ്. എന്നിട്ട് നല്ലോണം കഴുകിയിട്ട് അതിലെ വെള്ളമൊക്കെ ഒന്ന് വാർന്ന് പോകാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നു. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ കേട്ടോ തീ വെക്കുക. എന്നിട്ട് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് ഇതിലേക്ക് ആവശ്യത്തിൻ്റെ ഉപ്പും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു 2 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ തീ നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇളക്കുക, കൈ എടുക്കാണ്ട് തന്നെ ഒരു 2 മിനിറ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ ഈ ചിക്കന്. അതിന് ശേഷം ഞാനിതിലേക്ക് ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. അപ്പോൾ ഈ ചിക്കനിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ചേർക്കുക, എന്നിട്ട് നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇപ്പോഴേക്കും ഞാൻ തീ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്, കുറച്ചിട്ടില്ല. ചൈനീസ് ഡിഷസ് ഉണ്ടാക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കുകയായിരിക്കും ഏറ്റവും ടേസ്റ്റ്. പക്ഷെ കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കനെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നു കുറച്ച് സമയം. അതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് സവാള ചേർക്കുന്നുണ്ട്. അപ്പോൾ സവാളനെ ഞാൻ അതുപോലെ ക്യൂബാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഒരു 1/2 പീസ് സവാളയും അതേപോലെ കുറച്ച് ക്യാരറ്റും പിന്നെ കുറച്ച് ക്യാബേജും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പർപ്പിൾ ക്യാബേജ് ആട്ടോ ചേർത്തിട്ടുള്ളത്. എൻ്റെ കയ്യിൽ അതേ ഉള്ളൂ, അതുകൊണ്ടാണ് അത് ചേർത്തത്. നമ്മുടെ കയ്യിൽ എന്ത് വെജിറ്റബിൾസ് ആണോ ഉള്ളത് അതൊക്കെ നമുക്ക് ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് സോർട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഒരുപാട് സമയമൊന്നും വേണ്ട, ഈ സവാളയൊക്കെ കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്നവരെ മാത്രം സോർട്ട് ചെയ്താൽ മതി കേട്ടോ. സവാളയൊക്കെ കുറച്ച് സോഫ്റ്റ് ആയ ശേഷം പിന്നെ ഞാനതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ഈ വെജിറ്റബിൾസിലേക്ക് ആവശ്യമുള്ള ഉപ്പും പിന്നെ ഞാൻ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ കുരുമുളക് പൊടി ചേർക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ വെജിറ്റബിൾസിലേക്ക് മാത്രമല്ല, അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചോറ് ആഡ് ചെയ്യും. അപ്പോൾ ഈ ചോറിലേക്കും കൂടെ വേണ്ടിയിട്ടുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ചിക്കൻ സ്റ്റോക്കാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ചിക്കൻ സ്റ്റോക്കാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ചിക്കൻ മാഗി ക്യൂബ് ഇല്ലേ, അത് ഒരെണ്ണം വേണം. അതൊന്ന് കൈകൊണ്ട് ഇതേപോലെ ഒന്ന് പൊടിച്ചിട്ടൊന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് എന്തായാലും ചേർക്കണം. ഇത് ചേർത്താലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഈ ഒരു റൈസിന് വരുള്ളൂ. ചൈനീസ് ബിരിയാണിയിൽ അപ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഈ ഒരു ചിക്കൻ സ്റ്റോക്ക് എന്തായാലും ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ച് സമയം ഇതിനൊന്ന് നന്നായിട്ട് സോർട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം സോയാ സോസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് മീഡിയം സോയാ സോസാണ് കേട്ടോ. അതൊരു 2 ടേബിൾ സ്പൂൺ ചേർക്കാം. എന്നിട്ട് വീണ്ടും കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കാം. ആ സോയാ സോസ് ഈ ചിക്കൻ പീസസിലും ഒക്കെ നല്ലോണം ഒന്ന് പിടിക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഡ്രൈൻ ചെയ്ത് വെച്ച റൈസില്ലേ, അത് കംപ്ലീറ്റ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ 1 കപ്പ് റൈസിനുണ്ട് അളവാട്ടോ ഈ പറഞ്ഞതൊക്കെ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഈ സമയത്ത് കുറച്ച് നാരങ്ങാ നീരൂടെ ചേർക്കേണ്ടതായിരുന്നു കേട്ടോ. അത് ചേർക്കാൻ ഞാൻ മറന്നുപോയി. അപ്പോൾ അതും കൂടെ ഒഴിച്ചിട്ട് വേണം ഇതേപോലെ മിക്സ് ചെയ്യാൻ. അപ്പോൾ ഞാൻ നേരത്തെ മറന്നുകൊണ്ട് ഇപ്പോൾ ഞാൻ ലാസ്റ്റായിട്ട് നാരങ്ങാ നീര് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈ റൈസ് നല്ല സിമ്പിളാണ്. എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.